ഹലോ ഗൈസ്, മഴയെ ഇഷ്ടപ്പെടാത്ത നമ്മളിൽ ആരും തന്നെ ഇല്ല. പക്ഷെ മഴ പെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് നിർത്താതെ പെയ്യുന്ന മഴയൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. മഴക്കാർ ആകാശത്ത് കാണുമ്പോഴും മുച്ച പറയും കുടുംബത്തൊന്നിരിക്കും. എന്തായാലും കുഴിപ്പള്ളയും കൂട്ടി കുടുംബത്തേക്ക് വന്ന് വിചാരിച്ച് രണ്ടെണ്ണത്തിനെ മുടി കെട്ടി കൊടുക്കാൻ നോക്കുകയാണ്. ഈ ഒരു കാര്യമാണ് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ആകെപ്പാടെ നമുക്ക് കെട്ടാൻ അറിയാമെന്ന് വെച്ചാൽ പോണിറ്റയിലാണ്. ഈ ഒരു ഹെയർ സ്റ്റൈലിന്റെ പേരൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പിള്ളേർ പറഞ്ഞ് കേട്ടതാണ്. മുടി കെട്ടി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. അപ്പരിപാടി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് കണ്ടപ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുടി പിന്നെ ഇട്ടു. വല്ല ചായാലും കുരിപ്പുള്ളയും കൊണ്ട് വെളിയിലിറങ്ങിയപ്പോഴത്തേക്ക് മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി. ഇടിമിന്നലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ കുരിപ്പുള്ള വെളിയിറങ്ങാറില്ല. ഇടിമിന്നൽ ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ കുരിപ്പുകൾക്ക് മഴ നനയുന്നത് ഭയങ്കര ഇഷ്ടം. നമ്മുടെ ഈ പരിസരത്തുള്ള പിള്ളേരെല്ലാം കളിക്കാറുള്ള ഗ്രൗണ്ടാണ്. വെള്ളം കയറി മുങ്ങി കുടുംബ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രം. ഇവിടെയാണ് അല്പം വിശാലമായിട്ടുള്ള ഒരു ഏരിയ ഉള്ളത്. നേരത്തെ നമ്മുടെ വീട് നിൽക്കുന്ന ഈ ഏരിയ മൊത്തം ഇതുപോലെ വയലായിരുന്നു. കുറേയൊക്കെ നികത്തി വീടുകളൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ കാണുന്ന കുറച്ച് ഏരിയ മാത്രമുണ്ട് ബാക്കി. ഭാവിയിൽ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലൂടെ വീടുകൾ വരും. വണ്ടിയുടെ ടെസ്റ്റ് ഡേറ്റ് അടുത്തോണ്ടിരിക്കുകയാണ്. മഴയായതുകൊണ്ട് തന്നെ പെയിന്റിങ്ങിന്റെ പരിപാടി മുടങ്ങി കിടക്കുക. കുടുംബ വീട്ടിലെ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ മഴ നന്നായി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. കുറച്ചു നേരം നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇരിപ്പുറയ്ക്കുന്നില്ല. മഴയുടെ ശക്തി കുറച്ചൊന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെ കൂട്ടി വീട്ടിലേക്ക് ഓട് ഭാഗത്തുള്ള വീടിന്റെ മെയിൻ പ്രശ്നമാണ് ഓടിന് അകൽച്ചയുണ്ടായിട്ട് മഴക്കാലത്ത് ചോർച്ചയുണ്ടോ. അത് പരിഹരിക്കാൻ മുകളിലിട്ടിരുന്ന ടാർപ്പയും പറന്നു. വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ മഴ വീണ്ടും ശക്തി പ്രാപിച്ചു. പാത്തിയിൽ നിന്ന് വെള്ളം കവിഞ്ഞിട്ട് അകത്തേക്ക് കയറുകയാണ്. കഴിഞ്ഞ വർഷത്തെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഇതൊരു ആശ്വാസം തന്നെ. ഇന്റർലോക്ക് ഇട്ട് റോഡ് വൃത്തിയായിട്ടെങ്കിലും ഒഴുക്കിനൊരു കുറവ്. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വീടിന്റെ സൈഡിൽ പെയ്യുന്ന വെള്ളം ഒഴുകി പോകാനുള്ള യാതൊരു സൗകര്യവും നമുക്കില്ല. ഫൗണ്ടേഷൻ ഒരുപാട് താന്നിരിക്കുക എന്നതുകൊണ്ട് തന്നെ ഭിത്തിപ്പൊക്കത്തിനാണ് വെള്ളം നിൽക്കുന്നത്. വീടിന്റെ ബാക്കിൽ ചെന്നപ്പോൾ അതിൽ ഭീകരമായ അവസ്ഥ. നമ്മുടെ വീട്ടിൽ ആകെ വെള്ളം ഒഴുകി പോകാനുള്ള ഏക സംവിധാനം ഈ കാണുന്നു. കഴിഞ്ഞ പ്രാവശ്യം ബാക്കിലൂടെയും വെള്ളം കയറിയിരുന്നു. ഇത്തവണ ഇതിലൂടെ വെള്ളം കയറാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും നമ്മുടെ വർക്ക് ഏരിയ മുഴുവനായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ളൊരു പിടിയില്ലാതെ നമ്മൾ അന്തം വിട്ട് നിൽക്കുക. വർക്ക് ഏരിയയിലേക്ക് വെള്ളം പുറത്തു കളയാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നെ കൊണ്ട് ആവുന്ന രീതിയിലുള്ള വൃത്തിയാക്കിയതിനു ശേഷം ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചു ഊണിന് ശേഷം മയങ്ങാൻ കിടന്നു. അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.